ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഷെറിനും ജബനേഷും പ്രത്യേകാൽ ശ്രദ്ധിക്കുക. ഓക്കെ. ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് ഈ ഒരു തലമുറ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ദൈവകൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ, യേസപ്പാവുടെ ഈവ് ഇറക്കത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടൊരു പിള്ളയെ ദൈവം നിങ്ങൾക്ക് തന്നു. ഒത്തിരി മെസ്സേജസ് നിങ്ങൾ ഇതുപോലെ ശിശു പ്രതിഷ്ഠകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ വ്യത്യസ്തമായിട്ട് ജനറലായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒന്ന്, പാരൻസ് ആയിരിക്കും നിങ്ങൾ അറിയേണ്ടത്. മോളോട് പറഞ്ഞാൽ അവൾക്കൊന്നും അറിയത്തില്ല. നിങ്ങൾ അറിയേണ്ടത് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, മക്കൾക്കായി, കുഞ്ഞുങ്ങൾക്കായി സമയം മാറ്റിവെക്കണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് ഏത്? പിള്ളേർക്കായി സമയം മാറ്റിവെക്കാതെ. ജബനേഷെ എത്ര ബിസി ആണെങ്കിലും, ഷെറിനെ എത്ര ബിസി ആയാലും ദിവസവും കുഞ്ഞുങ്ങളോട് സമയം ചിലവഴിക്കാൻ നിങ്ങൾ മാറ്റിവെക്കണം. അതിനുവേണ്ടി ഒരു ടൈം മാറ്റിവെക്കണം. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. നിങ്ങളിനി ഒരുമിച്ച് ഒരിടത്തായിരിക്കും. അപ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായി ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണം. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് പാരൻസ് കുഞ്ഞുങ്ങളോട് സമയം എന്ത് ചെയ്യുന്നില്ല? ചിലവഴിക്കുന്നില്ല, വിശദീകരിക്കുന്നില്ല. ഒരുപാട് പാരൻസ് കുഞ്ഞുങ്ങളോട് സമയം ചിലവഴിക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട്. ഞാൻ ഈ ഭാഗം പഠിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു ഭാഗമാണ്. ഞാനും അതിൽ തോറ്റവനാ. ഏതിലാ? കുഞ്ഞുങ്ങളുമായി സമയം ചിലവഴിക്കുന്ന വിഷയത്തിൽ ഞാനും ഫെയിലായ വ്യക്തിയാണ്, തോറ്റ വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പാതകം നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ എത്ര തിരക്കാണെങ്കിലും കുഞ്ഞുങ്ങളോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ വളരെ ബിസിയാണ് അല്ലേ? തിരക്കേറിയ കാലത്ത് സ്തോത്രം, മക്കൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത് അവരോടുകൂടെ സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. അപ്പം അത് വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും ഫെയിൽ ആകരുത്. മക്കളോട് സമയം സ്പെൻഡ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും പൊതുവിലെ ഞാൻ പറയുന്നത്, മക്കളോട് സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ മനസ്സിൽ വയ്ക്കണം. ശ്രദ്ധിക്കൂ, അങ്ങനെ വച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്ന്, അവരുടെ കാര്യങ്ങൾ അവർക്ക് നമ്മളോട് പറയാൻ കഴിയും. പിള്ളേരുടെ കാര്യങ്ങൾ നമ്മളോട് എന്ത് ചെയ്യും? അവർ പറയും. അവരെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇന്ന് ഒരുപാട് പേർക്ക് എന്ത് ചെയ്യുന്നില്ല? അത് സാധിക്കുന്നില്ല. കുഞ്ഞുങ്ങളുടെ ഉള്ളിനകത്തും നമ്മളോട് പറയാൻ ചില കാര്യങ്ങൾ അവർക്ക് ഉണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ അവർക്ക് സമയം എന്ത് ചെയ്യണം? ഒരുക്കണം. അതാണ് പറയുന്നത്, കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം. അതിനൊരിക്കലും പാരൻസ് ആകുന്ന നിങ്ങൾ വിഘ്നത വരുത്തരുത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദിവസവും ഒരു നേരമെങ്കിലും കുഞ്ഞുങ്ങളോട് ചേർന്ന് ഭക്ഷണം എന്ത് ചെയ്യണം? കഴിക്കണം. അങ്ങനെയുള്ളവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ചിലരൊക്കെ കൈപ്പൊക്കി. സ്തോത്രം. ദിവസവും ഒരു നേരമെങ്കിലും, ഒന്നി ബ്രേക്ക്ഫാസ്റ്റ്, ഇല്ലെങ്കിൽ ഉച്ചഭക്ഷണം, ഇല്ലെങ്കിൽ രാത്രിയുള്ള ഡിന്നറെങ്കിലും നമ്മൾ ആരോട് ചേർന്ന് കഴിക്കണം? നമ്മുടെ കുഞ്ഞുങ്ങളോട് ചേർന്ന് കഴിക്കണം. പിള്ളേർ പഠിച്ച് വളർന്ന് ഹയർ സ്റ്റഡിക്ക് പോയാൽ പറ്റത്തില്ല. അവർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, നമ്മുടെ വീട്ടിലുള്ളപ്പോൾ, നമ്മുടെ അരികിലുള്ളപ്പോൾ കുഞ്ഞുങ്ങളോട് ചേർന്നിരുന്ന് ഒരു നേരത്തെ ഭക്ഷണം എന്ത് ചെയ്യണം? നമ്മൾ കഴിക്കണം. എത്ര സന്തോഷമാണ്! ഈ കഴിഞ്ഞ ദിവസം ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് വീട്ടിനകത്ത് എന്ത് സന്തോഷമല്ലേ? അപ്പനും അമ്മയും മക്കളൊക്കെ ഇരുന്ന് ഒരു ഡൈനിങ് ടേബിളിൽ, ഇല്ലെങ്കിൽ തറയിൽ പാവിരിച്ച് ഇരുന്ന് ഫുഡ് കഴിച്ചപ്പോൾ എന്ത് സന്തോഷമായിരുന്നു! ആണോ അല്ലയോ? ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം അപ്പനോടും അമ്മയോടും സഹോദരിയോടും കുടുംബത്തോടൊക്കെ ചേർന്ന് ഫുഡ് കഴിച്ചിട്ട് കുറേ കാലമായി, കുറേ മാസങ്ങളായി. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവരോട് ചേർന്നിരുന്ന് ഫുഡ് കഴിച്ചപ്പോൾ വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് സമയം ചെലവിടുന്നതിൽ നമ്മൾ ഒരിക്കലും വിഘ്നത എന്ത് ചെയ്യരുത്? വരുത്തരുത്. അവരെ മനസ്സിലാക്കണം, അവരിൽ നമ്മൾ കേൾക്കണം. അവർക്ക് നമ്മോട് പറയാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? കേൾക്കണം. ഒരു നേരം നമ്മൾ അവരോട് കൂടെ, എല്ലാ ദിവസവും ഒരു നേരം നമ്മുടെ കുഞ്ഞുങ്ങളോട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം. അത് മറന്നു പോകരുത് കേട്ടോ.
നിങ്ങൾ വളർന്നു വരുന്ന പിള്ളയ്ക്ക് വേണ്ടി ഈ നിലകളിൽ നിങ്ങൾ മുയർച്ചയെടുക്കുന്നെങ്കിൽ ആ കുഞ്ഞ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ടവളായി മാറും. 2, വാക്കുകളുടെ മിതത്വം എന്ന് പറഞ്ഞാൽ വാക്കുകളെ കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ എന്ത് ചെയ്യരുത്? പറയരുത്. തേവയില്ലാതെ കളകളകളകളകളകളാ ചില തകപ്പന്മാർ തായ്മാർ പിള്ളേകളെ കളകളകളകളകളകളാന്ന് പറഞ്ഞ് പിള്ളേരെ എന്ത് ചെയ്യും? വെറിയേറ്റും. നമ്മുടെ വാക്കുകൾക്ക് മിതത്വം ഉണ്ടായിരിക്കണം, പരിധികൾ ഉണ്ടായിരിക്കണം. പരിധിക്കപ്പുറം കയറി നമ്മൾ എന്ത് ചെയ്യരുത്? സംസാരിക്കരുത്. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലാകുന്നുണ്ടോ? മക്കളെ ശാസിക്കുമ്പോഴും ഉപദേശിക്കുമ്പോഴും നമ്മൾ നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കണം. നമ്മൾ അവരെ ഉപദേശിക്കുമ്പോഴും നമ്മൾ അവരെ ശാസിക്കുമ്പോഴും നമ്മുടെ വാക്കുകളെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നമ്മൾ അവരെ ഉപദേശിക്കുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അവരെ ഉപദേശിക്കുന്നത് നമ്മുടെ ഭാഗത്ത് പ്രാക്ടിക്കൽ ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഇന്നത്തെ തലമുറ കമ്പ്യൂട്ടർ തലമുറകളാണ്. നമ്മൾ വന്ന പശ്ചാത്തലം പോലെ അല്ല ഇപ്പോഴത്തെ ജനറേഷൻ. അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ശാസിച്ചാലും ശരി, അവരെ ഉപദേശിച്ചാലും ശരി, നമ്മൾ പറയുന്ന വാക്കുകളെ വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇനി ശ്രദ്ധിക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യരുത്? അപമാനിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? 10 പേര് കൂടി നിൽക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് നമ്മുടെ പിള്ളേരെ എന്ത് ചെയ്യരുത്? നമ്മൾ കളിയാക്കരുത്, നമ്മൾ അവരെ അപമാനിക്കരുത്. എന്തെങ്കിലും തവറ് ചെയ്താലും തെറ്റ് കണ്ടാലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യരുത്? ആ സമയം ഒന്നും ചെയ്യരുത്. അതവർക്ക് ഭയങ്കര ഫീലിംഗ് ആകും. മനസ്സിലാകുന്നുണ്ടോ? എന്തെങ്കിലും ശാസിക്കാനും ഭത്സിക്കാനും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റിക്കൊണ്ടു പോകുക. ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ ഭാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവരെന്ത് ചെയ്യണം? ഉപദേശിക്കണം. മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് പിള്ളേരെ അപമാനിക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എന്തെങ്കിലും കുറുമ്പുകൾ കാണിക്കും, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളല്ലേ, കാണിച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പാരൻസ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആമേൻ. അടുത്തൊരു വിഷയമെന്ന് പറയുന്നത്, നീ കൊള്ളരുതാത്തവനാണ്, കൊള്ളാത്തവളാണ് എന്ന ഒരു നെഗറ്റീവും കുഞ്ഞുങ്ങളോട് എന്ത് ചെയ്യരുത്? ഒന്നിനും കൊള്ളരുതാത്തവനാണ്, കൊള്ളരുതാത്തവളാണ് എന്ന് കുഞ്ഞുങ്ങളെ കുറിച്ച് ചിലപ്പോൾ പഠിക്കാൻ അവർക്ക് സ്തോത്രം ബാക്കിലായിരിക്കാം, പഠിക്കുന്ന വിഷയത്തിൽ പഠിപ്പിൽ కొంచెం പുറകിലായിരിക്കാം. നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്യരുത്, നെഗറ്റീവായിട്ടൊന്നും പറയരുത്. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. നിനക്ക് കഴിയും, നിനക്ക് കഴിയും. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മിനിസ്ട്രിയിൽ ആദ്യം ഇറങ്ങുന്ന സമയത്ത് ഒരു ഡിനോമിനേഷനിൽ നിന്നു. അവിടുത്തെ സ്തോത്രം മദർ മരിച്ചുപോയി. അപ്പോൾ മദറിൻ്റെ മകനാണ് ഇപ്പോൾ പ്രസ്ഥാനം നയിക്കുന്നത്, പ്രസിഡൻ്റായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടിയാണ്. കാരണം എൻ്റെ മൂത്തതിനും എൻ്റെ ഇളയതിനും പഠിക്കാൻ നല്ല ബുദ്ധിയാണ്, പക്ഷേ ഇടയിലുള്ള എനിക്ക് മാത്രമാണ് പഠിപ്പ് വരാത്തത്. അപ്പം അതുകൊണ്ട് അദ്ദേഹം കരയുക, അമ്മയുടെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞ് വിങ്ങിപ്പൊട്ടിക്കുക. അദ്ദേഹം വലിയൊരു സഭയുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഒരുപാട് രാജ്യങ്ങളിൽ അദ്ദേഹം ഇന്ന് പോയി. സ്തോത്രം. പേദ എന്ന് പറഞ്ഞ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് ഇട്ടിരുന്ന ആ പാസ്റ്ററെ സ്തോത്രം, അദ്ദേഹം അന്ന് പാസ്റ്ററായില്ല, അമ്മയ്ക്ക് മോന. പക്ഷെ അമ്മ ആ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മോൻ ഇന്ന് ഉലക രാഷ്ട്രങ്ങളിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. 200 സഭകളുടെ ലീഡറായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളെ വേദനപ്പെടുത്താതെ പോസിറ്റീവായി നിന്നൊക്കെ കഴിയും, നിന്നാൽ കഴിയും, ഒന്നാലെ മുടിയും, മക്കളെ പഠിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് എൻകറേജ്മെൻറ്റ് ചെയ്ത് അവരെ വളർത്തിക്കൊണ്ടുവരണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. മനസ്സിലാകുന്നുണ്ട്? ഗോഡ്വിൻ എന്ന് പാടി കണ്ടില്ലേ? നല്ല ടാലൻ്റാണ്. അവൻ ഇങ്ങനെ അമങ്ങി പറക്കിയിരിക്കും. ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും 2 കൊടുക്കാൻ. നല്ല കഴിവാണ്, നല്ല ടാലൻ്റാണ് സ്തോത്രം നമ്മുടെ പിള്ളേർക്കുള്ളത്. അവരെ ഉത്സാഹപ്പെടുത്തി നമ്മൾ കൊണ്ടുവരുമ്പോൾ അവർ ദൈവത്താൽ അനുഗ്രഹീതരായി മാറും. സ്തോത്രം. ഹല്ലേലൂയ. അവരെ ശാസിച്ചാലും ഭത്സിച്ചാലും സ്തോത്രം, ഞാൻ അവസരം കിട്ടുമ്പോഴെല്ലാം അവരെ ആശ്വസിപ്പിക്കും, സമാധാനിപ്പിക്കും. കാരണം നമ്മുടെ മക്കള്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ആ ഒരു ബേസിൽ വളർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രമിക്കണം. 3ാമത്തെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ 2 പോയിന്റ് പറഞ്ഞു. ഒന്ന്, സ്തോത്രം, നമ്മുടെ കുഞ്ഞുങ്ങളോടുകൂടെ നമ്മൾ ഇരിക്കാൻ സമയം എന്ത് ചെയ്യണം? കണ്ടെത്തണം. 2, വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? മിതത്വപ്പെടുത്തണം. നമ്മൾ വാക്കുകളെ പരിധിക്കകത്ത് ഒതുക്കണം. 3ാമതെന്ന് പറയുന്നത്,
പ്രാർത്ഥന ശീലമാക്കണം. പ്രാർത്ഥന എന്ത് ചെയ്യണം? പിള്ളകൾക്ക് ശീലമാക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇനി ശ്രദ്ധിക്കൂ, അവരെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കുന്നതിലുപരിയായി നമ്മൾ പിള്ളകൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവരെന്ത് ചെയ്യണം? ഹലോ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നീ പ്രാർത്ഥിക്കെന്ന് പറഞ്ഞ് അവരെ നിർബന്ധിക്കുന്നതിനേക്കാൾ നമ്മൾ അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പിള്ളകൾ കേട്ടെന്ത് ചെയ്യണം? വളരണം. അപ്പോൾ അവർക്ക് ആരിൽ ആശ്രയം ഉണ്ടാകും? ദൈവത്തിൽ ആശ്രയം ഉണ്ടാകും. യമനേഷേ, മോളുടെ പേര് പറഞ്ഞ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. മക്കളെ, നീ പ്രാർത്ഥന എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഇട്ട് പ്രസ് ചെയ്യാതെ, പുഷ് ചെയ്യാതെ, മനസ്സിലാവുന്ന ഷെറിനെ ആമേ സ്തോത്രം, നമ്മൾ ആ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് അവളുടെ ബ്ലെസ്സിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കുഞ്ഞ് കേട്ടു വളരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവൾ ആ പരിശീലനത്തിലേക്ക് കയറി വരാനിടയാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പാരൻസ്, എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, ഈ ദിവസങ്ങളിൽ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരാൻ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹീതരായി തീരും. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടും ക്ഷമയോടും ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ ഇവർ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും, ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. ഇവർ ആരാധിക്കുന്ന ദൈവസഭയ്ക്ക് ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. ഇവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. ഇവർ വളരുന്ന സമൂഹത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. ഇവർ നാളെ ദേശത്തിന് തലവേദനയായി മാറത്തില്ല, വീട്ടുകാർക്ക് തലവേദനയായി മാറത്തില്ല, മാതാപിതാക്കൾക്ക് വേദനയായി മാറത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ കുഞ്ഞുങ്ങളോടുകൂടെ സമയങ്ങളെ കണ്ടെത്തി നമ്മുടെ വാക്കുകളെ പരിമിതപ്പെടുത്തി, ശ്രദ്ധിക്കൂ, വാക്കുകളെ പരിമിതപ്പെടുത്തി പ്രാർത്ഥന ശീലത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ നിശ്ചയമായിട്ടും ഹല്ലേലൂയ ശലോമോൻ പറയുന്നത് പോലെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ട് എന്ത് ചെയ്യത്തില്ല? മാറത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവൻ എന്ത് ചെയ്യണം? നമ്മൾ വളർത്തണം. വളർത്തുമ്പോൾ വൃദ്ധനായാലും അത് വിട്ട് മാറത്തില്ല. സ്തോത്രം. അതുകൊണ്ടാണ് മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അടയ്ക്കയായിരിക്കുമ്പോൾ മടിയിൽ വെച്ച് എന്ത് ചെയ്യാം? കെട്ടാം. അടയ്ക്കയായിരിക്കുമ്പോൾ, തമിഴിൽ പറഞ്ഞ പാക്കായിരിക്കുമ്പോൾ മടിയിൽ വെച്ച് കെട്ടാം. അത് വൃക്ഷമായാലോ കമുകൻ തൈയായാലോ കമുകായാലോ നമുക്ക് മടിയിൽ വെച്ച് കെട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ മടി വെച്ച് കെട്ടുന്ന പണ്ടുള്ള ആൾക്കാരെല്ലാം മുറുക്കാൻ ചവയ്ക്കും. അപ്പം ഈ സാധനം പാക്കൊക്കെ ഇവിടെ വെച്ച് പൊതിക്കെട്ടുകൊണ്ട് പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പിള്ളേർക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് അറിയാം. ഇവിടെ വലിയൊരു പൊതി ഇങ്ങനെ എന്ത് ചെയ്യും? വീർത്തിരിക്കും. നമുക്ക് തോന്നും പണപ്പെട്ടിയാണ്. പണപ്പെട്ടിയല്ല, മുറുക്കാൻ. സ്തോത്രം. എന്തുവാ? വെറ്റിലയും പൊയലയും ചുണ്ണാമ്പ് പെട്ടിയും സ്തോത്രം പാക്കും എല്ലാം കൂടെ വെച്ചുകൊണ്ട് അവരൊക്കെ പറയുന്നതാണ്, പാക്കായാൽ മടിയിൽ വെച്ച് എന്ത് ചെയ്യാം? കെട്ടാം. വൃക്ഷമായാൽ കെട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൊച്ചിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന പരിശീലനം വളരെ അനുഗ്രഹമാക്കി നിങ്ങൾ ശ്രദ്ധിച്ച് അതിനെ നിങ്ങൾ കുഞ്ഞിൻ്റെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ പ്രാക്ടിക്കലിൽ കൊണ്ടുവന്ന് പിള്ളേക്ക് അനുഗ്രഹമാക്കി തീർക്കാൻ കർത്താവ് നിങ്ങൾ കൃപ ചെയ്യുമാറാകട്ടെ എന്ന് ആശംസയോടെ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുന്നു.